കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മി എന്ന സ്ത്രീ ഒരു കള്ളിയ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പെരുങ്കള്ളി. കള്ളി നീയാടി, ഭൂലോക ഉടായ്പ്. അതല്ലേ കൊറേ കാലം ഇല്ലാത്ത ഗർഭം പറഞ്ഞ് എല്ലാരെയും കള്ളം പറഞ്ഞ് പറ്റിച്ചത്. സരോജം, പിന്നെന്തോന്ന് ശ്രീരച്ച, എപ്പ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നാലും സമാധാനത്തോടെ തിരിച്ചു പോകാൻ സമ്മതിക്കോ ഇവള്? അപമാനിക്കുന്നതിന് വേണ്ട ഒരതിര് മതി. അതെ, ഇവിടെ നിന്നിങ്ങനെ പ്രസംഗിക്കാൻ ഇത് നീരേറ്റ് കോളനി അല്ല, വർമ്മൻ വില്ലയാ. വർമ്മൻ വില്ല. അന്നങ്ങനെ കള്ളം പറഞ്ഞെങ്കിലും ശരിയായ ട്രീറ്റ്മെന്റ് നടത്തിയ എനിക്കും രഘുവിനും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് ഉറപ്പാ. പക്ഷേ ബ്രദർ ഇൻ ലോയ്ക്കും ശ്രീലക്ഷ്മിക്കും ഒരിക്കലും അത് സാധ്യമല്ല. അവള് നോക്കിക്കോ നിങ്ങള്. എന്തു പറഞ്ഞിട്ട് ദ്രോഹി, നിന്നെ ഇന്ന് ഞാൻ സരോജം, എന്താ അവിടെ? എന്താ ഇത്? എന്താ അവിടെ വഴക്ക്? വഴക്കല്ല രഘു, ഈ സ്ത്രീയുടെ തല ഞാനിങ്ങെടുക്കും. അല്ലെങ്കിൽ പറ ഇവരോട് ഇറങ്ങി പോവാൻ. ഇറങ്ങിപ്പോവാനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? ഇവര് നമുക്ക് അന്യരല്ല, ഏട്ടത്തിയുടെ അമ്മയും അച്ഛനുമാണ്. വി ഷുഡ് റെസ്പെക്ട് ദം. റെസ്പെക്ട് പോലും റെസ്പെക്ട്. രഘുവിന് അറിയാലോ, എനിക്കോ ശ്രീലക്ഷ്മിക്കോ ഒരു കുഞ്ഞുണ്ടായി കാണാൻ അമ്മയും നമ്മളും എത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഏതെല്ലാം ഡോക്ടറിനെ കണ്ടു, എന്തെല്ലാം നേർച്ച നേർന്നു. എന്നിട്ട് ഈ സ്ത്രീ ശപിച്ചുകൊണ്ട് പറയാ എനിക്കും രഘുവിനും ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന്. ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായ അത് ശ്രീലക്ഷ്മിയുടേത് മാത്രമായിരിക്കണമെന്നാ പറച്ചില്. അയ്യോ എന്റെ കരിക്കുത്തിമേ, എന്തൊക്കെ കല്ല് വെച്ച് നുണകളായി പറയുന്നത്. ഞാനെപ്പോ പറഞ്ഞു ഇതൊക്കെ? ഇപ്പൊ ഒരു മിനിറ്റ് മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണെന്ന്. ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കാതെ മരിക്കുന്നു പറഞ്ഞില്ലേ നിങ്ങള്? അയ്യോ എന്റെ ഈശ്വരന്മാരെ, ഇങ്ങനെ നട്ടക്കുരുക്കാത്ത നുണ പറയുന്ന നിന്റെ നാവ് പൊഴുത്തു പോവും, നോക്കിക്കോ. അമ്മേ, മോളെ, ഈ പെണ്ണ് ഞാൻ മനസ്സാവാച പറയാം. എന്തിനാ രേഖമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത്? രഘു സാർ ഞങ്ങളെ വിശ്വസിക്കണം. എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയുമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? ഇത് മാഡം വെറുതെയോ? അത് ശരി, ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ശിക്ഷിക്കും. അടിക്കെന്നെ, അടിക്ക്. ഈ സ്ത്രീ ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നെ അടിക്കാൻ. അടിക്ക്, അടിക്കെന്നെ, അടിക്ക്, അടിക്കെന്നെ, അടിക്കെന്നെ, അടിക്ക്, അടിക്കെന്നെ. മാഡം, വയ്യല്ലേ? അതാണ്. ശ്രീലക്ഷ്മി, കുടുംബത്തിലെ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അത് നമ്മൾ തമ്മിൽ മാത്രമെന്നായിരുന്നു എന്റെ ധാരണ.
പക്ഷെ ശ്രീലക്ഷ്മിയുടെ അമ്മയുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടചിന്ത ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിപ്പോ എന്റെ അമ്മയായിരുന്നു ശ്രീലക്ഷ്മിയോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പുകലെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പ അടിച്ചിറക്കില്ലേ രഘു എന്റെ അമ്മ. അമ്മ അറിയാതെ പോലും രേഖ മാഡത്തിനോട് അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റായിപ്പോയി. അയ്യോ എന്റെ മോളെ ഞാൻ സരോജം വേണ്ട. പ്ലീസ് രേഖ മാഡം, എന്റെ ഭാര്യ വാവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ മാഡത്തോട് മാപ്പ് ചോദിക്കും. സരോജം, നീ ഇപ്പൊ ഇവിടെ വെച്ച് രേഖ മാഡത്തോട് മാപ്പ് പറയണം. അതോടെ തീർന്നോളൂ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. എന്തിന് ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത്? ശ്രീലക്ഷ്മി എല്ലാത്തിനും സാക്ഷിയല്ലേ? സാക്ഷിയും വാദിയും പ്രതിയും ഒക്കെ പിന്നെ. നമ്മുടെ മോള് താമസിക്കുന്ന വീടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാപ്പി ചോദിക്കാൻ. ഇല്ല, പറ്റില്ല എനിക്ക്. എന്ത് വന്നാലും ശരി മാപ്പ് പറയില്ല ഞാൻ. സരോജം, നീ വെറുതെ എന്നെ കൂടി ദേഷ്യം പിടിപ്പിക്കരുത്. സുദർശനങ്ങളെ അത് സാർ ഇതിൽ ഇടപെടരുത്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. സരോജം, മാപ്പ് പറ. പെട്ടെന്നാവട്ടെ. ഞാൻ പറയില്ല പറയില്ല പറയില്ല. മാപ്പ് പറയാനാണ് ഇതിനോട് പറഞ്ഞത്. നീ പറയാൻ. ഞാൻ മാഡത്തിന് വിഷമായി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എനിക്ക് നിങ്ങളുടെ മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി എന്നൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ അന്നൊക്കെ എന്റെ മനസ്സ് വിഷമിപ്പിച്ചേ നിങ്ങൾ ഇവിടുന്ന് പോയിട്ടുള്ളൂ. പക്ഷെ അന്ന് അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്തൊക്കെയായാലും ഒരു കുടുംബം അല്ലേ എന്നുള്ള തിരിച്ചറിവില് ഒന്നും മനസ്സിൽ വെക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാൻ മരിക്കുവോളം നിങ്ങൾ പറഞ്ഞതൊക്കെ എന്റെ ഹൃദയത്തിലുണ്ടാകും. എനിക്കിപ്പോ നിങ്ങളെ കാണുന്നത് പോലും അറപ്പും വെറുപ്പുവാ. അതുകൊണ്ട് മേലാൽ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. അതാണ് എന്റെ കണ്ടീഷൻ. രേഖ, രഘു, നോ. ഇതിന്റെ സ്ത്രീത്വം, എന്നിലെ മാതൃത്വം അപമാനിക്കപ്പെട്ട നിമിഷമാണ്. ബന്ധം മാങ്ങാ തേങ്ങാന്നും പറഞ്ഞ് ഇടപെട്ട് നശിപ്പിക്കരുത്. ഈ സ്ത്രീയും ഈ മനുഷ്യനും ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ തുടർന്നാൽ ഞാൻ ഇറങ്ങിപ്പോവും. ഒരിക്കലും പിന്നെ തിരികെ വരില്ല. ഒരിക്കലും.
ബാക്കി ഇവര് വേണം തീരുമാനിക്കാൻ. തീരുമാനിക്കാനൊന്നുമില്ല മാഡം. വർമ്മൻ വില്ല എന്ന ഈ കുടുംബത്തിന് ഇപ്പൊ ആവശ്യം രേഖാ മാഡത്തെയാണ്. ആവശ്യമില്ലാത്തത് ഞങ്ങളെ. ഞങ്ങൾ കാരണം നിങ്ങളെങ്ങും പോകാൻ പാടില്ല. പോകേണ്ടത് ഞങ്ങളാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. മാഡത്തിന് വിശ്വസിക്കാം. സരോജം നടക്ക്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ശ്രീലക്ഷ്മി, എനിക്കും ഒരു ദിവസം വരുമെന്ന്. എന്റെ അമ്മയെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതുപോലെ ഞാനും നിന്റെ അച്ഛനെയും അമ്മയും ഇറക്കി വിട്ടു. ഇതൊരു തുടക്കം മാത്രമാ, തുടക്കം മാത്രം. ഇന്ന് മുതൽ ഓരോ നിമിഷവും നിന്റെ കണ്ണീര് വറ്റുന്നത് വരെ നിന്നെ ഞാൻ കരയിക്കും. ശ്രീലക്ഷ്മി കരയുമ്പോ രേഖ മാഡം ചിരിക്കും. അതാണ് ഇനി വർമ്മൻ വില്ലയുടെ സമവാക്യം. അത് മാത്രം. ഹലോ ഹലോ മാഡം, മാഡം റെഡിയല്ലേ? നമുക്കിന്ന് ഓഡിറ്ററെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. സോറി സാന്ദ്ര മാഡം, ഞാൻ വരുന്നില്ല. സാന്ദ്ര മാഡം ഒറ്റയ്ക്ക് പോയാൽ മതി. അയ്യോ, അതെന്തു പറ്റി? ടാക്സ് എക്സംഷന്റെ കാര്യത്തില് ചില സംശയങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കണമെന്ന് മാഡം പറഞ്ഞിരുന്നു. ഓ, എന്ത് സംശയം? ഞാൻ ഈ ഓഫീസും വീടും ഒക്കെ വിട്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോന്നാ ആലോചിക്കുന്നേ. എനിക്ക് മടുത്തു സാന്ദ്ര മാഡം. എവറി മൊമെന്റ് ഇസ് എ ഫെയിലിയർ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യയോ? മാഡം ഭയങ്കര ഡെസ്പാണല്ലോ. എന്തു പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ? ഇനി എന്ത് പറയാനാ? സാന്ദ്ര മാഡം ഇന്നലെ ചെയ്തതിന് രേഖ മാഡം ഇന്ന് പകരം വീട്ടി. എന്റെ അച്ഛനമ്മയും പടിയിറക്കി വിട്ടിരിക്കുക. നാളെ ഇനി എന്റെ ഊഴാവും വർമ്മൻ വില്ലയിന്ന് പുറത്താവാൻ. നീ ഇപ്പൊ ഇവിടെ വെച്ച് രേഖാമാടത്തോട് മാപ്പ് പറയണം. ഞാൻ പറയില്ല, പറയില്ല, പറയില്ല. മാപ്പ്
അത് ചെയ്യും ഞങ്ങള്. എനിക്കൊരാളെ വിളിക്കാനുണ്ട്. ഹലോ, അയ്യോ എന്റെ പൊന്നു സരോജം, ഇനിയെങ്കിലും നീ കരച്ചിലൊന്ന് നിർത്ത്. അവിടുന്ന് ഇതുവരെ കരഞ്ഞതല്ലേ, ഇനി ഇത് തുടർന്നാലേ ശരീരത്തിലെ ജലാംശം മുഴുവൻ പറ്റി നീ മരിച്ചു. അതുകൊണ്ടാ. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. നിങ്ങൾ പരിഹസിക്കാൻ കണ്ട ഒരു സമയം. അവനവനെ കൊള്ളുമ്പോഴേ അറിയൂ അവനവന്റെ വേദന. അയ്യോ പരിഹസിച്ചതല്ല, നിന്നെ ഒന്ന് നോർമലാക്കാൻ ഒരു കളി പറഞ്ഞതാ. നോക്ക്, എനിക്കറിയാം നീ നിരപരാധിയാണെന്ന്. എന്നിട്ട് ഞാൻ തല്ലിയത് മനഃപൂർവ്വമായിരുന്നു, ആ സിറ്റുവേഷൻ ശരിയാക്കിയെടുക്കാൻ. നേരിട്ട് കണ്ട് അനുഭവിച്ചാണല്ലോ. ചെയ്യാത്ത തെറ്റിന് നമ്മുടെ മോള് നിന്നെ സംശയദൃഷ്ടിയോടെ നോക്കുന്നത് കണ്ടപ്പോ എനിക്ക് പിന്നെ അവിടെ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. അതാണ് സത്യം. സോറി സരോജ, എന്തൊക്കെ വഴക്കം വാക്കുകാർക്കുണ്ടായാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം ഇതുവരെ എനിക്ക് നിന്റെ നേരെ കൈ ഉയർത്തേണ്ടി വന്നിട്ടില്ല ഒരു സന്ദർഭത്തിലും. ഇന്ന് അതുണ്ടായി. അതും നീ ചെയ്യാത്ത തെറ്റിനു വേണ്ടി നിനക്ക് കിട്ടിയൊരു ശിക്ഷ. സരോജനോട് ക്ഷമിക്കും. മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. മാപ്പ്. എന്നോട് ഞാനൊന്നും പറയല്ലേ. ശ്രീടച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് കിട്ടിയ തല്ലിനേക്കാൾ എനിക്ക് വേദന തോന്നിയതേ ആ രേഖ മാഡത്തിന്റെ ഓരോ വാക്കുകൾ കേട്ടപ്പോഴാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ സ്വന്തം മോളെ പോലെയല്ലേ നമ്മൾ ആ രേഖ മാഡത്തിനെ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും ആ കുട്ടി ഇങ്ങനെ ഇനി കരഞ്ഞിട്ടും പദം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല സരോജ. ആ രാജലക്ഷ്മി അമ്മ അവിടുന്ന് പോയത് നമ്മുടെ മോള് കാരണമാണെന്ന് ആ രേഖാ മാഡം വിശ്വസിക്കുന്നു. അതാ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. ശരി, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇനി നമ്മുടെ മോളെ നമ്മളിനെ എങ്ങനെ കാണും? അതോർക്കുമ്പോഴാ കരച്ചിലടക്കാൻ സാധിക്കാത്തത്. ഏയ് അത് നീ നോക്കണ്ട. ഇവിടെ ഇപ്പോ അവിടേക്ക് നമുക്കല്ലേ വിലക്കുള്ളൂ. അവൾക്കും സാറിനും എപ്പോ വേണമെങ്കിലും നമ്മളിവിടെ ഒന്ന് കാണാലോ. ഓ, അതൊക്കെ നടന്നിട്ട് നടന്നു എന്ന് പറഞ്ഞാ മതി. രവിസാറും ഗായത്രിയമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ ഒരു പ്രശ്നം അവിടെ നടക്കില്ലായിരുന്നു. എല്ലാം തലവിധി, അത്ര തന്നെ. ഇല്ല സരോജം, ഈ തലവിധി മാറും. മാറിയേ പറ്റൂ. അതിന് നമുക്ക് ചിലരുടെ സഹായം വേണമെന്നേ ഉള്ളൂ. രവിവർമ്മൻ സാറിനോട് അടുപ്പവും അവകാശവും സ്വാതന്ത്ര്യമുള്ള ചിലരുണ്ട് ഇവിടെ. നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ എന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അതാര്? അടുപ്പവും അവകാശവും സ്വാതന്ത്ര്യമുള്ളവര്? വേറെ ആര്? ഓഫീസിലെ സാന്ദ്ര മാഡവും രാജാറാം സാറും തന്നെ.